മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഇടയിലുള്ള പ്രശ്നം തന്നെയാണ്. അതായത് ആന്റണി പെരുമ്പാവൂരും നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഒരു പോസ്റ്റ് ഇട്ടത് തന്നെയാണ് ഇത്രയും അധികം ചർച്ചയായി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ അത് ചർച്ചയായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആന്റണി അല്ല ആ പോസ്റ്റ് ഇട്ടതെന്ന് ഇപ്പോഴും സുരേഷ് കുമാർ വിശ്വസിക്കുകയാണ്. ആന്റണി ഒരിക്കലും അങ്ങനൊരു പോസ്റ്റ് ഇടില്ല. അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നെങ്കിൽ ഇടിയിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പോലും ഈ പോസ്റ്റിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ല. ഒരിക്കലും മോഹൻലാലും ആന്റണിയും അങ്ങനൊരു തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പറയുകയോ ചെയ്യില്ല. ഇത് ആന്റണിയെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യിപ്പിച്ചതാണ്. പ്രൊഡ്യൂസറായ ഒരു നടൻ തന്നെയാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് ഉറപ്പാണ്. കാരണം ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞാൽ ലാഭമുണ്ടാക്കുന്നത് അവർക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കാതെയാണ് ആന്റണിയും ഒപ്പം നിൽക്കുന്നതെന്ന് പറയുന്നു. ആന്റണിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ആന്റണിയുടെ പ്രശ്നവും ഇതൊന്നുമല്ല. ആന്റണിയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമേ അല്ല എന്ന് എടുത്തു പറഞ്ഞേ മതിയാകൂ. എന്നാൽ ആന്റണി അല്ല ഇത് പോസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് 100% ഉറപ്പാണെന്ന് സുരേഷ് കുമാർ പറയുന്നു. എന്നാൽ ആരെയാണെന്ന് സുരേഷ് കുമാർ വ്യക്തമാക്കുന്നുമില്ല. സുരേഷ് കുമാർ ഒരു നടനെ തന്റെ നല്ല സംശയമുണ്ട്, എന്നാൽ അദ്ദേഹം വ്യക്തമാക്കില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമുള്ള നടൻ തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് സുരേഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പ്രേക്ഷകർ പലരുടെ പേരും എടുത്തു പറയുന്നുണ്ടെങ്കിലും ആരാണ് നടനെന്ന് എല്ലാവർക്കും അറിയണമെന്ന ആഗ്രഹമുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള നടനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആന്റണി ആ പറഞ്ഞതിന് അങ്ങനെ പിന്തുണയ്ക്കാനും പിന്തുണയ്ക്കാതിരിക്കാനും സാധിക്കില്ല. സുരേഷ് കുമാർ പണ്ട് മുതലേ തന്നെ സിനിമാ വ്യവസായം മുന്നിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. മക്കളെപ്പോലും സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകരും അത് അംഗീകരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു. ആരാധകരെല്ലാവരും ഇപ്പോൾ സുരേഷ് കുമാറിന്റെ വാക്കുകളും കേൾക്കുന്നുണ്ട്. ശരിയാണ്, ആന്റണി അങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കും തോന്നുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദമെല്ലാം അദ്ദേഹത്തിനും അറിയാവുന്നതല്ലേ. മോഹൻലാലും സുരേഷ് കുമാറും പ്രിയദർശനും ഒക്കെ വളരെയേറെ നാളുകളായുള്ള സൗഹൃദമാണ്. പണ്ട് ഈ 3 പേരും ഉണ്ടാക്കിയ സിനിമകളൊക്കെ തന്നെയും ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതലുള്ള ഹിറ്റ് സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മൂവരുടെയും സൗഹൃദം എല്ലാവർക്കും അറിയാം. അതിൽ മോഹൻലാൽ സുരേഷ് കുമാർ സൗഹൃദം വളരെയധികം വിലപ്പെട്ടത് തന്നെയാണ്. സുരേഷ് കുമാർ പണ്ട് നേടിയതെല്ലാം തന്നെ മോഹൻലാൽ സിനിമകളിൽ നിന്നായിരുന്നു. ഇരുവരുടെയും കൂട്ടുകെട്ടുകളിൽ പിറന്ന സിനിമകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സൗഹൃദം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ആ സൗഹൃദത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ തന്നെ ആന്റണി പോസ്റ്റ് പങ്കുവച്ചത് മറ്റൊരു നടന്റെ ബുദ്ധിയാണ് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. ആരാണ് ആ നടനെന്നും ഇത്തരത്തിൽ ചിന്തിക്കാൻ മാത്രം ആ നടൻ ആരാണെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരുടെയും പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് പേരുടെ പേര് ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.